ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ നമ്മുടെ ഇന്ന് പറയാൻ പോകുന്നത് SSC CGL 2025 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് വേയിൽ എങ്ങനെ റീസണിങ് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ബെസ്റ്റ് സ്ട്രാറ്റജി ഫോർ ടോപ്പേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അതായത് റീസണിങ്ങിൽ നിങ്ങൾക്ക് അറിയാം 25 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ 50 ഔട്ട് ഓഫ് 50 എങ്ങനെ സ്വന്തമാക്കാം, ഏകദേശം 45+ മാർക്കോളം നിങ്ങൾക്ക് എങ്ങനെയാണ് നേടാൻ പറ്റുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ റീസണിങ് ഒരു ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. പക്ഷെ എപ്പോഴും നമുക്ക് അവിടെ മിസ്റ്റേക്സ് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ക്ലിയർ കട്ടായിട്ട് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്ത് വരണം എന്നുള്ളൊരു കാര്യമാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ റീസണിങ് സ്ട്രാറ്റജി ഫോർ ടോപ്പേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയ ഒരു മെത്തേഡാണ് നമ്മളിന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റീസണിങ്ങിന്റെ ബേസിക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്താണ് ഫസ്റ്റ് നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മുടെ ലോജിക്കാണ്. റീസണിങ് എന്ന് പറയുമ്പോഴേ അതൊരു ലോജിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കില്ലിലാണ് എന്തിരിക്കുന്നത്, നമ്മുടെ റീസണിങ്ങിന്റെ മാർക്സ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബേസ് ആയിട്ട് പറയുകയാണെങ്കിൽ ലോജിക്കാണ് ഫസ്റ്റ് നിൽക്കുന്ന കാര്യം. രണ്ടാമതാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുന്നത് നോളജ് അല്ലെങ്കിൽ എന്തെന്ന് പറയുന്നത് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യം അവിടെ എന്ത് ചെയ്യുന്നത് ഇൻട്രൊഡ്യൂസ് ആവുന്നത്. അതുവരെ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് എന്താണ് ലോജിക്ക്. ലോജിക്കലി നമ്മൾ ആദ്യം ചിന്തിക്കുന്നു, അത് കഴിഞ്ഞ് അത് കിട്ടാതെ വരുന്ന കുറേ ക്വസ്റ്റ്യൻസിൽ നമുക്ക് എന്ത് ഉപയോഗിക്കേണ്ടി വരുന്നു, കോൺസെപ്റ്റ് അല്ലെങ്കിൽ എന്ത് വരുന്നു ഈ നോളജ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ആ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പ്രാക്ടീസ് എന്ന് പറയുമ്പം നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്റർ വൈസ് ഓരോ ചാപ്റ്റേഴ്സ് ഉണ്ട്, അതെല്ലാം കൃത്യമായി മനസ്സിലാക്കി ആ സിലബസ് വൈസ് ആയിട്ടുള്ള പ്രാക്ടീസ് ആണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓവറോൾ മോക്ക് എന്നുള്ള രീതിയിൽ തന്നെ പോവാം. നമുക്ക് ഏറ്റവും കൂടുതൽ റീസണിങ് സെറ്റ് ആവണമെങ്കിൽ നിങ്ങൾ ഏറ്റവും ഫസ്റ്റ്ലി ചെയ്യേണ്ടത് എന്ത് തന്നെയാണ്, മോക്ക് തന്നെയാണ്. ഒന്നും നമ്മൾ കൂടുതൽ ധാരാളമായിട്ട് പഠിക്കാണ്ട് ഡെയിലി മോക്സ് അറ്റൻഡ് ചെയ്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു സ്കോർ ലെവലിലേക്ക് നമുക്ക് മുന്നോട്ട് എത്താനായിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അനാലിസിങ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ വീക്ക് പോയിന്റ്സ് ആൻഡ് സ്ട്രോങ് പോയിന്റ്സ് കൃത്യമായി അറിയണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റീസണിങ്ങിൽ 100 ഔട്ട് ഓഫ് 100 എന്നുള്ള രീതിയിൽ 100% മാർക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ നമുക്കറിയാം റീസണിങ്ങിൽ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് ഒന്ന് സ്പീഡും ഒന്ന് ടൈം മാനേജ്മെന്റും ആണ്. സ്പീഡിന്റെ മാനേജ്മെന്റും ടൈം മാനേജ്മെന്റും ഒത്തുവരികയാണെങ്കിൽ നിങ്ങൾക്ക് റീസണിങ് വളരെ ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പ്രോബബ്ലി നമുക്കറിയാം എന്താണ് ഇപ്പം റെയിൽവേ അല്ലെങ്കിൽ പറയുന്ന പോലെ ബാങ്ക് അങ്ങനത്തെയൊക്കെ ഒരു റീസണിങ് എടുക്കുന്നേക്കാളും ഏറ്റവും നമുക്ക് സേഫ് ആൻഡ് ഓക്കെ എന്ന് പറയുന്നത് എപ്പോഴും ഏത് തന്നെയാണ്, നമ്മുടെ SSCയുടെ എന്താണ് റീസണിങ് സെക്ഷനാണ്. കാരണം നമുക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന നോർമൽ ആയിട്ടുള്ള ഒരു ആവറേജ് സ്റ്റുഡന്റിന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അവർ എപ്പോഴും എന്ത് ചെയ്യാറുള്ളൂ, ചോദിക്കാറുള്ളൂ. ഈസി ടു മോഡറേറ്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് എപ്പോഴും എന്ത് വരുന്നത് റീസണിങ് സെക്ഷനിൽ നിന്ന് നമുക്ക് CGLന്റെ പ്രിലിംസിലേക്ക് വരുന്നത്. മെയിൻസിലേക്ക് കിടക്കുമ്പോൾ അത് കുറച്ചും കൂടെ എന്ത് വരുന്നുണ്ട്, അതിന് ആ ഒരു എന്താണ് ഈ ഒരു മോഡറേറ്റ് ലെവലിൽ നിന്ന് കുറച്ച് ഹാർഡ് ലെവലിലേക്ക് അത് ചേഞ്ച് ആവുന്നു എന്ന് മാത്രം. പക്ഷെ എന്നാലും ഇതിന്റെ എല്ലാം ബേസിക്സ് എന്താണ് ഈ ഒരു സ്റ്റെപ്പിൽ കൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. ഇനി റീസണിങ് പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരു ജനറൽ ടിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എപ്പോഴും റീസണിങ്ങിൽ തോന്നുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരിയാണ്, നമുക്ക് എന്ത് ചെയ്യാം ഇത് തന്നെ കുത്താമെന്ന് നമ്മൾ വിചാരിക്കും, നമുക്ക് ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ. പക്ഷെ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം അൺനെസസറി ഗസ്സസ് ഒഴിവാക്കുക. ഇത് ഇങ്ങനെ ആയിരിക്കും വന്നത്. ചിലപ്പം നമ്മുടെ ഇപ്പോൾ നമ്പർ പാറ്റേണിൽ തന്നെ എന്ത് ചെയ്യും, ആദ്യത്തെ 2-3 നോക്കിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ അടുത്ത പാറ്റേൺ അങ്ങ് ഡിസൈഡ് ചെയ്യും ഫുൾ ക്വസ്റ്റ്യൻസും വായിക്കാതെ. അപ്പോൾ അങ്ങനത്തെ കുറേ എടുത്തുചാട്ടം കൊണ്ടാണ് ഇത് ഇങ്ങനെ ആയിരിക്കും വരുമെന്നുള്ളൊരു നമ്മുടെ ഒരു മുൻവിധി കൊണ്ട് കുറേ മിസ്റ്റേക്സ് നമുക്ക് വരാറുണ്ട്. അപ്പോൾ അത് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക, അൺനെസസറി ഗസ്സസ് അവോയ്ഡ് ചെയ്യുക. ഒരു ടോപ്പിക് അറ്റ് എ ടൈം എന്നുള്ള രീതിയിൽ തന്നെ ഒരു ബേസിൽ നിന്ന് തുടങ്ങുന്ന ഒരാളായാലും അല്ലെങ്കിൽ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയാലും എപ്പോഴും എന്ത് ചെയ്യുക, ഒരു ടോപ്പിക് ബേസ് ആയിട്ടുള്ള മോക്കുകൾ ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ ചെയ്താലും നിങ്ങൾക്ക് ബെനിഫിറ്റേ ഉണ്ടാവുള്ളൂ. എങ്കിലും നമ്മൾ പറയുകയാണ് കവർ 1 ടോപ്പിക് അറ്റ് എ ടൈം, ബി കെയർഫുൾ വിത്ത് ക്വസ്റ്റ്യൻസ്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വലിയ മണ്ടത്തരം കാണിക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിക്കാത്തതാണ്. നമ്മുടെ ഈ ഒരു ടൈം ലിമിറ്റ് കാരണം നമുക്ക് 1 അവറിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോ സെക്ഷൻ ഇത്ര മാർക്ക് വെച്ച് ഡിവൈഡ് ചെയ്തൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അതുകൊണ്ട് ആ ഒരു റഷിൽ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്തില്ല, ടോട്ടലി ക്വസ്റ്റ്യൻസ് വായിക്കാണ്ട് ചുമ്മാ പെട്ടെന്ന് കയറി അങ്ങ് ഗസ് അടിക്കും. ചിലപ്പോൾ അതിലെന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു വേർഡിങ്ങിൽ വരുന്ന മിസ്റ്റേക്ക്, നമ്മൾ വായിക്കുന്നതിൽ വരുന്ന മിസ്റ്റേക്ക് കൊണ്ട് നമ്മുടെ ഫുൾ മാർക്ക് പോകാനുള്ള ചാൻസസ് ഒരുപാടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, കെയർഫുൾ ആയിട്ട് തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിക്കാനായിട്ട് പഠിക്കണം. പിന്നെ എന്താണ്, നമ്മുടെ ഓപ്ഷനിൽ നിന്ന് തന്നെ എലിമിനേറ്റ് ചെയ്യാനുള്ള കാര്യം നിങ്ങൾ കൃത്യമായി അറിയണം. എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചില നമ്പേഴ്സൊക്കെ അതിൻ്റെ ഡിവിസിബിലിറ്റിയും ഫാക്ടേഴ്സും എല്ലാം അറിഞ്ഞു വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്പർ അനലോഗി പോലെയുള്ള സംഭവങ്ങളിൽ ഓപ്ഷനിൽ നിന്ന് തന്നെ എലിമിനേഷൻ നടക്കും. എല്ലാം മിക്കവാറും ആൽഫബറ്റ് സീരീസിലൊക്കെ നമുക്ക് ഓപ്ഷൻ എലിമിനേഷൻ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനത്തെ എലിമിനേഷൻ മെത്തേഡ്സ് നിങ്ങൾ കൃത്യമായി യൂസ് ചെയ്യാൻ നോക്കണം. പിന്നെ എന്താണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിയേണ്ടത്, ബേസിക് ആയിട്ട് എപ്പോഴും റീസണിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ റീസണിങ് ആയിക്കോട്ടെ മാത്സ് ആയിക്കോട്ടെ
ആയിക്കോട്ടെ, ഏറ്റവും ബേസ് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ്, ക്യൂബ്സ്, അതുപോലെ സ്ക്വയേഴ്സ്, ആൽഫബറ്റിൻ്റെ നമ്പേഴ്സ്, ആൽഫബറ്റിൻ്റെ റിവേഴ്സ് ആൽഫബറ്റ്സ് ഏതാണ്, നമ്പേഴ്സ് എത്രയാണ്, അങ്ങനെയുള്ള ഏറ്റവും ബേസിക്കിൽ നിൽക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി അറിയേണ്ട ഒരു ആവശ്യമുണ്ട്. അതാണ് റീസണിങ്ങിൻ്റെ ഏറ്റവും അജണ്ട എന്ന് പറയുന്നത്. നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസും ക്യൂബ്സും സ്ക്വയേഴ്സും ആൽഫബറ്റ് നമ്പേഴ്സും ഒക്കെ നമ്മൾ ഓൾറെഡി ബൈ ഹാർട്ടഡ് ആണെങ്കിൽ അത്രയും ടൈം വേസ്റ്റ് ആവില്ല. നമുക്ക് സ്പീഡ് ഒരു മെയിൻ ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ ഏറ്റവും സ്പീഡിൽ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് എപ്പോഴും മിസ്റ്റേക്സ് വരുന്നത് ഒന്നീ കാൽക്കുലേഷൻ സ്പീഡിലോ അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന പോലെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് ഇങ്ങനെ ഓർത്തെടുക്കാനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെയ്യുന്ന പ്രോസസ്സും ഉണ്ടോ, ഇതൊക്കെ കൊണ്ട് ലാഗിങ് ഒരുപാടുണ്ടാവും. അത് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ എന്താണ്, അണ്ടർസ്റ്റാൻഡിങ് ഡയറക്ഷൻ ഈസ് മസ്റ്റ്. കാരണം നമുക്ക് ഈ പറയുന്ന പോലെ ലെഫ്റ്റ്, റൈറ്റ്, നോർത്ത്, സൗത്ത് ഇങ്ങനെയൊക്കെ പറയുന്ന സംഭവം ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇങ്ങോട്ട് പോകുന്നത് റൈറ്റ് ആണ്, ഇങ്ങോട്ട് പോകുന്നത് ലെഫ്റ്റ് ആണ്, ഇങ്ങനെയൊക്കെ അറിയാനുള്ള ഫസ്റ്റ്ലി നമ്മൾ അത് എന്ത് ചെയ്യണം, ശ്രമിക്കണം. കാരണം നമുക്ക് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉണ്ട്, ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റണം ലെഫ്റ്റ് ടു റൈറ്റ് ഏതാണ് വരുന്നത്. അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏറ്റവും കോമൺ ആയിട്ടുള്ള വേർഡിങ്സ് നിങ്ങൾ കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ചിലപ്പം ചെയ്യാൻ പറ്റുള്ളൂ, ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി ഈസി ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ആദ്യമേ കവർ ചെയ്യുക. പിന്നെ എന്താണ്, പ്രീവിയസ് ഇയർ പേപ്പർ കവർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് റീസണിങ്ങിൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 90% എബോവ് മാർക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. എല്ലാം നമ്മുടെ ഇന്റലിജൻസിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ്. അത് പിന്നെ എന്താണ്, ബൈ പ്രാക്ടീസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരിക്കലും ഭയങ്കര IQ എന്നുള്ള ഒരു സാധനം വേണ്ട. നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ കൃത്യമായ രീതിയിലാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണിത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യം വന്നു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മോക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ, ഇപ്പോൾ അത് നിങ്ങൾ ബിഗിനർ ആയിക്കോട്ടെ, ഇപ്പോൾ CGL നിങ്ങൾ ഫസ്റ്റ്ലി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ CGL വേണ്ടി ഒരുപാട് നാളായിട്ട് പഠിക്കുന്ന ആളാണ്, ഫസ്റ്റ്ലി നിങ്ങൾ തുടങ്ങേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് തന്നെയാണ്. അത് മാത്രം ചെയ്ത് തുടങ്ങിയാൽ മതി. ഒന്നും വലിച്ചുവാരി പഠിക്കണമെന്ന് ആദ്യമേ പറയുന്നില്ല. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മോക്ക് ടെസ്റ്റ് എപ്പോഴും നിങ്ങൾ അവൈലബിൾ ആക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അങ്ങനത്തെ ബുക്സ് ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ, അതായത് പ്രാക്ടീസ് പേപ്പർ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ഇത്രയും നാൾ നടന്ന 2020, 2021, 2022, 2023, 2024 തൊട്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പ്രീവിയസ് ഒരു 5 ഇയേഴ്സ് അല്ലെങ്കിൽ പ്രീവിയസ് 3 ഇയേഴ്സിന്റെ പേപ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വർക്ക്ഔട്ട് ചെയ്യാം. അപ്പോൾ അതിന്റെ ബുക്ക് അവൈലബിൾ ആണെങ്കിൽ അങ്ങനെ പഠിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ എത്രയോ നമുക്ക് എന്തുണ്ട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ആ പ്ലാറ്റ്ഫോംസിൽ നിന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, മോക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ചെയ്താൽ മതി. നിങ്ങൾ അപ്പോൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോക്കാണ്. റീസണിങ്ങിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. റീസണിങ് നമുക്ക് ആദ്യമേ മോക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കാരണം അത്ര സിമ്പിളാണ്, നമ്മുടെ ലോജിക്കൽ കാര്യത്തിലാണ് ഇതെല്ലാം ഇരിക്കുന്നതെന്നൊരു കാര്യമാണ് പറയുന്നത്. മാത്സ് ആകുമ്പോൾ നമുക്ക് ബേസ് അറിയണം, കോൺസെപ്റ്റുകൾ അറിയണം, അതിൻ്റെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് പാറ്റേൺ എന്ന് അറിയണം, ടൈപ്പുകൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, അങ്ങനെ കുറേ കാര്യമുണ്ട്. അതവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, റീസണിങ് ആകുമ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഡെയിലി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു 2 മണിക്കൂർ. ഇപ്പം ആദ്യത്തെ ഒരു ഓളത്തിൽ നമ്മൾ പഠിക്കാൻ തുടങ്ങിയവരാണെങ്കിൽ കണ്ടിന്യൂറ്റി അത് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരാഴ്ചയിൽ ഒരിക്കൽ നമ്മൾ റീസണിങ്ങിന് വേണ്ടി സമയം ചിലവാക്കിയെന്ന് പറഞ്ഞ് ഒന്നും നേടാൻ പോകുന്നില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഏറ്റവും കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും നന്നായിട്ട് ഡെയിലി പഠിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഏതൊരു സബ്ജക്റ്റ് ആയാലും ഡെയിലി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൊരു ഇൻട്രസ്റ്റ് വരും. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലപോലെ ഒരു അച്ചീവ് ചെയ്ത് നല്ലൊരു മാർക്ക് നേടാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതെന്താ ചെയ്യേണ്ടെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. നമുക്ക് 2 മണിക്കൂർ ടൈം ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുക. 2 മണിക്കൂർ ശരിക്കും പറഞ്ഞാൽ വേണ്ട, എന്നാലും നിങ്ങൾ നോക്കിക്കോളുക. 4 മോക്ക്, 4 മോക്ക്, 2 മോക്ക് രാവിലെ എടുക്കുന്നു അല്ലെങ്കിൽ 2 മോക്ക് വൈകിട്ട് എടുക്കുന്നു എന്നുള്ള രീതിയിൽ ആലോചിക്കാം. അല്ലെങ്കിൽ സമയമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിക്ക് എടുക്കുക. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 4 മോക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. എത്ര മിനിറ്റാണ് നമുക്ക് വരുന്നത്, ശരിക്കും പറഞ്ഞാൽ 20 മിനിറ്റാണ് റീസണിങ്ങിൻ്റെ. റീസണിങ് മോക്ക് മാത്രം. ഓക്കെ, സെക്ഷണൽ മോക്കിന്റെ കാര്യമാണ് ഈ പറയുന്നത്. റീസണിങ്ങിന്റെ മോക്ക് മാത്രം 20 മിനിറ്റ് ആണ് നമുക്ക് റീസണിങ്ങിന്റെ ടൈം എന്ന് പറയുന്നത്. എത്ര ക്വസ്റ്റ്യന്, 25 ക്വസ്റ്റ്യൻ. നമ്മുടെ CGLന്റെ കാര്യമാണ് പറയുന്നത്, അതുകൊണ്ട് കേട്ടോ. അപ്പം CGLന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, ഡെയിലി എന്ത് ചെയ്യാണ്, 2 മണിക്കൂർ കൊടുക്കുകയാണ്. 4 മോക്ക് അറ്റൻഡ് ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. എത്ര ദിവസം, 20 ദിവസം. ഈ 20 ദിവസത്തിന്റെ ചാലഞ്ച് നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് റീസണിങ്ങിൽ ഒരുപാട് മുന്നോട്ട് എത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ 20 ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയായിട്ട് മാറ്റി വയ്ക്കുക. ഫസ്റ്റ് തുടക്കക്കാരാണ് എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, 20 ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റി വയ്ക്കുകയാണ്. 25 ക്വസ്റ്റ്യൻ വെച്ച് 4 മോക്കുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ പറ്റും, 20 ദിവസം കൊണ്ട് 2000 ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ,
ഒരു ബിഗിനറിനെ സംബന്ധിച്ചാണെങ്കിൽ ഇത്ര ക്വസ്റ്റ്യൻസ് നീഡഡ് ആണ്. ഇനി പോട്ടെ, അല്ലെങ്കിൽ പോട്ടെ, ഒരു 10 ദിവസം മതി ആര് അറ്റൻഡ് ചെയ്യാൻ? ഒരു ആവറേജ് നിൽക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ 10 ക്വസ്റ്റ്യൻസ് ഡെയിലി അറ്റൻഡ് ചെയ്താൽ മതി, 10 ദിവസം ചെയ്താൽ മതി. ആ ഒരു രീതിക്ക് പാറ്റേണിൽ ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ ഇതിൽ നാലും ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാറ്റിയിട്ടായാലും നിങ്ങൾക്ക് ചെയ്യാം, മോക്കുകൾ കുറച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആ പാറ്റേൺ തന്നെ ഫോളോ ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 20 ദിവസത്തിൻ്റെ ടൈം കൊണ്ട് നിങ്ങൾ കവർ ചെയ്യുന്നത് 2000 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങൾക്കുള്ള ടൈം എന്ന് പറഞ്ഞാൽ 20 മിനിറ്റ് ആയിരിക്കും. അപ്പോൾ അവിടെ എന്തുകൊണ്ടായിരിക്കും? ഒരു ബിഗിനറും ഉണ്ടായിരിക്കും, അവിടെ ഒരു ആവറേജ് സ്റ്റുഡൻറ്റും ഉണ്ടായിരിക്കും. ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നും അറിയില്ലായിരിക്കും, റീസണിങ്ങിൽ ഒരു ബേസും ഇല്ലാത്ത ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ്, ഒരു 5 to 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കറക്റ്റ് ആവും. അതാണ് ഏറ്റവും ബെനിഫിറ്റ് എന്നുള്ളത്. ഒരു 5 to 10 ക്വസ്റ്റ്യൻ, കാരണം നമ്മുടെ ലോജിക്കാണ്, നമ്മുടെ ഏറ്റവും ബേസ് ആയിട്ടുള്ള നോളജ് വെച്ചിട്ട്, നമ്മുടെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ക്രിറ്റിക്കൽ തിങ്കിങ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ എന്താണ്, നിങ്ങളുടെ പ്രാക്ടിക്കാലിറ്റി കൊണ്ടാണ്. നിങ്ങൾ ഇത്ര നാൾ വന്ന ഒരു രീതി ഉണ്ടല്ലോ, നിങ്ങൾ ഒന്നും പഠിക്കാതെ വന്നവരല്ല. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കുറേ എന്തുണ്ട് ഐഡിയാസും, നിങ്ങളുടെ ബുദ്ധി കുറച്ചൊക്കെ വികസിച്ചിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 10 ക്വസ്റ്റ്യനോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു ബിഗിനറിനെ സംബന്ധിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യുമ്പോൾ ഒരു 5 to 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും അറ്റൻഡ് ചെയ്യുന്നത്. ചിലപ്പോൾ 20 മിനിറ്റ് എടുത്ത് നിങ്ങൾക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, ഏകദേശം ഒരു മിഡിൽ ബേസ് ഒക്കെ കവർ ചെയ്ത് ഏകദേശം ആയവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 20 മിനിറ്റിൽ നിന്ന് ഒരു 12 to 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 15 to 20 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുക. 15 to 20 ക്വസ്റ്റ്യൻസ്. നമുക്ക് ടോട്ടൽ ഉള്ളത് 25 ക്വസ്റ്റ്യൻ ആണ്. അതിലൊരു 10 ക്വസ്റ്റ്യൻ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് എളുപ്പമായിരിക്കും. അതേസമയം ഒരു 20 ക്വസ്റ്റ്യൻസ് ആവറേജ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഈസി ആയിരിക്കാം. ഓക്കെ, ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ ഉണ്ടായിരിക്കും, നിങ്ങൾ ബിഗിനർ ആണോ അല്ലെങ്കിൽ ആവറേജ് സ്റ്റുഡൻ്റ് ആണോ എന്നുള്ളൊരു ഐഡിയ കിട്ടും. പക്ഷേ ഈ ഒരു ടൈം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇത്ര സമയമാണ്, ഇത്ര ഇതാണ് നിങ്ങൾ ടൈം ടേബിൾ വെച്ചാണ് പഠിക്കേണ്ടതെന്നുള്ളൊരു കാര്യം. ഇപ്പോൾ റീസണിങ് ആയിക്കോട്ടെ, ഏതൊരു സബ്ജക്റ്റ് ആയിക്കോട്ടെ, നമ്മൾ വിചാരിക്കും റീസണിങ് ഈസിയാണ്, കുറേ കഴിയുമ്പോൾ നമുക്ക് ഇത് എന്ത് ചെയ്യാം, വിട്ടുകളയാം. അങ്ങനെ വിചാരിക്കാതിരിക്കുക. എല്ലാത്തിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഈക്വൽ പ്രയോറിറ്റി ഉണ്ട്. ഇതിൽ നമുക്ക് ഫുൾ മേടിക്കുക എന്നുള്ള ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ എത്തണം. അല്ലെങ്കിൽ പോട്ടെ, ഇതിന് ഇത്ര മാർക്ക് മതിയെന്ന് ഒഴിവാക്കി കളയാണ്ട് നമുക്ക് മാക്സിമം സ്കോർ അതിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നമ്മൾ വരെയാണ്, നമ്മൾ നോക്കുമ്പോൾ 25 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുമായിരിക്കും. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ബൈ പ്രോസസ് നിങ്ങൾ റെഡി ആയി വരും. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ബിഗിനറിനെ സംബന്ധിച്ചോളം 10 ക്വസ്റ്റ്യനെ റെഡി ആയോളൂ. 10 ക്വസ്റ്റ്യൻ നിങ്ങൾ ചിലപ്പോൾ ചെയ്തത് എന്തായിരിക്കും? ആൽഫബറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്പർ സീരീസിലെ ക്വസ്റ്റ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഫിഗറിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കാം. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾ അറ്റൻഡ് ചെയ്തത്. അതിലൊരു 10 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ശരിയായി കാണും. ഇനി ഈ 10 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നിങ്ങൾ ഒരു അനാലിസിങ് ചെയ്യും. ഇതാണ് ഞാൻ പറഞ്ഞത്, 20 മിനിറ്റ് വെച്ച് നിങ്ങളിപ്പോൾ 4 മോക്ക് എടുക്കുമ്പോൾ എത്ര ഇതേ ആവണുള്ളൂ? 80 മിനിറ്റേ ആവുന്നുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കുക, 80 മിനിറ്റേ ആവുന്നുള്ളൂ. 80 മിനിറ്റ് ആവുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എത്ര മണിക്കൂറാണ് ഞാൻ പഠിക്കാൻ പറഞ്ഞത്? 2 മണിക്കൂറാണ് പഠിക്കാൻ പറഞ്ഞത്. ഇനി എത്ര സമയം ബാക്കിയുണ്ട് അതിൽ? ആ ബാക്കി സമയം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? മോക്കിൻ്റെ അനാലിസിങ്, ഇതെങ്ങനെ വന്നു, ഇതെന്തുകൊണ്ടാണ് എനിക്ക് ശരിയാവാത്തെന്നുള്ളൊരു കാര്യം നിങ്ങൾ നോക്കുമല്ലോ. അപ്പോൾ ആ ഒരു ലോജിക്ക് തേടി പോകുമ്പോൾ ബിഗിനേഴ്സിന് മനസ്സിലാവും ഇതിൽ നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതാണെന്ന്. ഓക്കെ, ഇതിൽ നിങ്ങൾ പഠിക്കേണ്ട ചില ചാപ്റ്റേഴ്സ് കാണും. ഏതൊക്കെയാണ്? ഡൈസ് നിങ്ങൾക്ക് ചിലപ്പോൾ പഠിക്കേണ്ടി വരും. അത് കഴിഞ്ഞ് സില്ലോജിസം നിങ്ങൾക്ക് പഠിക്കേണ്ടി വരും. വെൻ ഡയഗ്രാം നിങ്ങൾക്ക് പഠിക്കേണ്ടി വരും. ചിലപ്പോൾ കാലണ്ടർ ഉണ്ടെങ്കിൽ കാലണ്ടർ നിങ്ങൾ പഠിക്കേണ്ടി വരും. അതുപോലെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചിലപ്പോൾ പഠിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ചില ടോപ്പിക്സുകൾ എടുത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇന്നതിലെ ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്, അപ്പോൾ ഇത് ഞാൻ പഠിച്ചിട്ടില്ല, അങ്ങനെ അറിയാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ആവറേജ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചാലും ഇപ്പോൾ നിങ്ങൾ 20 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു, ബാക്കി ക്വസ്റ്റ്യൻ എവിടെയാണ് പോയത് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരുമല്ലോ. അപ്പോൾ ആ ബാക്കിയുള്ള സാധനമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഫസ്റ്റ് കവർ ചെയ്യേണ്ടത്. അല്ലാതെ അറിയാന്നുള്ളത് ഫസ്റ്റ് കവർ ചെയ്യല്ല ചെയ്യേണ്ടത്. എപ്പോഴും അറിയാത്തവർ നിങ്ങളുടെ വീക്ക് പോയിന്റ് എവിടെയാണെന്ന് നിങ്ങൾ ആദ്യം കണ്ടുപിടിച്ച് അത് പഠിക്കുക. അതിന് വേണം ആദ്യത്തെ ടൈമുകൾ യൂസ് ചെയ്യാം. പിന്നെ പ്രാക്ടീസ് ചെയ്ത് ബാക്കി എല്ലാത്തിനും എന്ത് ചെയ്യുക? റെഡിയാക്കി കൊണ്ടുവരിക. അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ സീറ്റിംഗ് അറിയുമ്പോൾ ഇങ്ങനെ കുറേ ഒരു ടോപ്പിക്സ് നിങ്ങൾക്ക് കിട്ടും. ആ ബുക്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അത് നോട്ട് ചെയ്യുക. ഓരോ ദിവസം ഡെയിലി ചെയ്തു വരുമ്പോഴും അതിൽ വരുന്ന മാറ്റങ്ങൾ നോക്കുക. ഇപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഈ കോൺസെപ്റ്റുകൾ കവർ ചെയ്യാനായിരിക്കണം പിന്നെ ഉള്ള ദിവസം നിങ്ങളുടെ ശ്രമം എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ. അതായത് ബിഗിനേഴ്സ് ആകുമ്പോൾ നിങ്ങൾക്ക് കുറേ ടോപ്പിക്സ് അറിയില്ലായിരിക്കും. അപ്പോൾ ആ ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കണം? കവർ ചെയ്യാനായിട്ട് നോക്കണം. അപ്പോൾ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം 25 ക്വസ്റ്റ്യനിൽ നിങ്ങൾ എന്ത് ചെയ്തു? അറ്റംപ്റ്റ് ചെയ്തത് എന്ത് ചെയ്തിരിക്കും? 22 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്ത് കാണും. അൺഅറ്റംപ്റ്റഡ് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് കാണും. ഓക്കെ, അപ്പോൾ 25 ക്വസ്റ്റ്യൻ ഉള്ളതിൽ നമ്മൾ എന്ത് ചെയ്യാണ്? അൺഅറ്റംപ്റ്റ് ചെയ്തു. നമ്മൾ അറ്റംപ്റ്റേ ചെയ്തില്ല ഒരു 3 ക്വസ്റ്റ്യൻ. ബാക്കി 22 നമ്മൾ അറ്റംപ്റ്റ് ചെയ്തു ഇല്ലേ? 25 ക്വസ്റ്റ്യൻ ഉള്ളതിൽ 22 നമ്മൾ മാക്സിമം റീസണിങ് അറ്റൻഡ് ചെയ്യാൻ നോക്കും. 20 മിനിറ്റാണ് നമുക്കുള്ളത്. 25 ക്വസ്റ്റ്യൻ, അതിൽ 22 അറ്റൻഡ് ചെയ്തു, 23 അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. 22 എന്ത് ചെയ്തു?
20 ശരിയായി വന്നു, നമ്മൾ ചെയ്തത് കറക്റ്റ് ആയിരുന്നു, റൈറ്റ് ആയിരുന്നു. പക്ഷെ 2 എന്ത് ചെയ്തു, റോങ് ആയിപ്പോയി. നമ്മൾ ശരിയെന്ന് പറഞ്ഞ് കുത്തിയതാണ്, പക്ഷെ എന്ത് ചെയ്യും, നമ്മുടെ നിർഭാഗ്യവശം നമുക്ക് എന്താവും, 2 തെറ്റും. എന്തുകൊണ്ട് 2 തെറ്റിയത്? സില്ലി ആയിട്ടുള്ള മിസ്റ്റേക്ക് ആയിരിക്കും. നമ്മൾ ഗസ് ചെയ്ത് കാണും, ഓ ഇതായിരിക്കും അതിന്റെ കറക്റ്റ് ആൻസർ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ചിലപ്പോൾ കൈ തട്ടി ഓപ്ഷൻ മാറിപ്പോയതായിരിക്കും, നമ്മുടെ അശ്രദ്ധ അതുകൊണ്ടായിരിക്കും. അപ്പം നമ്മൾ എവിടെയാണ് ഫോൾട്ട് വന്നതെന്ന് കൃത്യമായി ചെക്ക് ചെയ്യണം. അതിനാണ് അനാലിസിങ് ചെയ്യാൻ പറയണത്. നിങ്ങൾ 22 കൃത്യമെന്ന് പറഞ്ഞ് ശരിയെന്ന് പറഞ്ഞ് കുത്തിയതാണ്, പക്ഷെ കുത്തുമ്പോൾ എന്ത് സംഭവിക്കും, റൈറ്റ് ആയിട്ടുള്ള 20 കാണുള്ളൂ. അതിൽ ചിലപ്പോൾ എന്ത് ചെയ്തു, ഓൺ ടൈം നിങ്ങൾ ചെയ്ത് കാണും, ഓൺ ദ സ്പോട്ട് നിങ്ങൾക്ക് ഇതിന്റെ മെത്തേഡ് മനസ്സിലായി, ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്. ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എത്രയൊക്കെ നോക്കിയാലും ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. ഇപ്പൊ കൗണ്ടിങ് ദ ഫിഗേഴ്സ് എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അല്ലേ, കൗണ്ടിങ് ഫിഗേഴ്സിലൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ അങ്ങ് പെട്ടുപോകും. ആ ഒരു സമയത്ത് എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാതെ ആകെപ്പാട് അതിനിങ്ങനെ എണ്ണിയൊക്കെ ഇരിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരുപാട് ടൈം വേസ്റ്റ് ആവുമായിരിക്കും. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസിന് എന്താണ്, ഒരുപാട് ടൈം എടുക്കും. ചിലപ്പോൾ എന്ത് ചെയ്യും, 1 മിനിറ്റിൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യം വരും. ചില ക്വസ്റ്റ്യൻസ് അര സെക്കൻഡ് പോലും എടുക്കേണ്ട ആവശ്യം വരാത്തൊരു സമയം കാണും. സെക്കൻഡ്സ് പോലും എടുക്കാത്തതിന്റെ ടൈം ഉണ്ടാവാം. അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ റോങ് ആയത് എന്തുകൊണ്ടാണ്, നിങ്ങളുടെ സില്ലി മിസ്റ്റേക്ക്, ഗസ് അടിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ കാൽക്കുലേഷൻ മിസ്റ്റേക്ക്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ 6 × 2 12 എന്ന് എഴുതുന്നതിന് പകരം 14 എന്ന് എഴുതി കാണും. അങ്ങനത്തെ സിമ്പിൾ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് പോകും. പക്ഷെ ഇതെന്ത് ചെയ്യുക, കൃത്യമായി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യും, പഠിക്കും. അങ്ങനെയാണ് പഠിക്കേണ്ടത്. തെറ്റിൽ നിന്ന് തന്നെയാണ് പഠിച്ചു പോകേണ്ടത്, മിസ്റ്റേക്സ് വഴി തന്നെയാണ് പഠിച്ചു പോകേണ്ടത്. പക്ഷെ നിങ്ങൾ അതെന്ത് ചെയ്യണം, അതിനൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം, നിങ്ങൾ അതിനുള്ള സമയം കൊടുക്കണം, സാവകാശം കൊടുക്കണം. നിങ്ങളുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി അതുമായിട്ട് പ്രോസസ്സ് ആവണമെങ്കിൽ മിനിമം 20 ഡേയ്സ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ആക്ടിവിറ്റീസ് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് കാണും, എങ്ങനെയാണ് കാൽക്കുലേഷൻ സ്പീഡൊക്കെ വർദ്ധിപ്പിക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് എന്തുണ്ടടാ, നമുക്ക് ആപ്പുകളുണ്ട്. ഇപ്പോൾ CGL-നായിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു സബ്ജക്റ്റിനായിക്കോട്ടെ, നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടണം, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് പഠിക്കണം, സ്ക്വയേഴ്സ് പഠിക്കണം. ഇതൊക്കെ പഠിച്ചാലേ കാര്യമുള്ളൂ എന്ന് തോന്നുന്നെങ്കിൽ അതായിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് ബേസിക് ആയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കേണ്ടത്. അതിന് എത്രയോ ആപ്പുകളുണ്ട്. നിങ്ങളുടെ ഇപ്പോൾ ഫോണിലാണെങ്കിൽ നിങ്ങൾക്ക് ആപ്സുകളുണ്ട്. അപ്പോൾ ഇതിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചുമ്മാ വെറുതെ ഇരിക്കുന്ന സമയം അത്ര നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ ചെയ്ത് നോക്കാം. ചുമ്മാ കളിക്കുന്ന സമയം കൊണ്ട് നമുക്ക് അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പ്രാക്ടീസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അൺഅറ്റംപ്റ്റഡ് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻ എന്തുകൊണ്ടായിരിക്കും, നിങ്ങൾക്ക് ഒന്നേ ടൈം തികഞ്ഞു കാണില്ല. കാരണം ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 22 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 25 മിനിറ്റിൽ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമുക്ക് ഒരുപാട് സമയം ചില ക്വസ്റ്റ്യൻസിലായിപ്പോയി. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ടൈം കൊണ്ട് 3 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. കണ്ടതുപോലും ഇല്ല ആ ക്വസ്റ്റ്യൻസ്. ചിലർക്ക് എന്താണ്, കണ്ടു പക്ഷെ അതിന്റെ കോൺസെപ്റ്റ് എങ്ങനെയാണ്, എത്ര ആലോചിച്ചിട്ടും അതിന്റെ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നേ ഇല്ല. ആ ഒരു രീതിക്ക് വരാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ പോകുന്നത്. റീസണിങ്ങിനായാലും 25 ക്വസ്റ്റ്യനിൽ 25 ശരിയാക്കുന്ന അപൂർവം ആൾക്കാരേ ഉള്ളൂ. മാക്സിമം പോയാൽ അവർക്ക് 23 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു 24 ക്വസ്റ്റ്യൻ അറ്റൻഡ്. ഒരു ക്വസ്റ്റ്യനെങ്കിലും അവർക്ക് അറിയാണ്ട് എന്ത് ചെയ്യും, മിസ്റ്റേക്ക് വരും. പക്ഷെ ആ ഒരു മിസ്റ്റേക്ക് നമ്മൾ വരുത്താൻ നോക്കണം. ഫുൾ മാർക്ക് കിട്ടാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ തുടരേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം കാൽക്കുലേഷനും സ്പീഡ് കാൽക്കുലേഷനും എന്ത് ചെയ്യണം, നിങ്ങൾ സെറ്റ് ചെയ്യണം. അതാണ്. അപ്പോൾ ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി മെറ്റീരിയൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങൾക്ക് അറിയാത്ത പോർഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പ്ലേലിസ്റ്റുകൾ കാണും, യൂട്യൂബുകളിലെ പ്ലേലിസ്റ്റുകൾ കാണും, അല്ലെങ്കിൽ ബുക്സുകൾ കാണും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഓഫ്ലൈൻ അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അങ്ങനെ എങ്ങനെയാണോ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത്, ആ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു വേ നിങ്ങൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. അപ്പോൾ അതിന് ക്ലിയർ ദ ബേസിക് കോൺസെപ്റ്റ് ഓഫ് ഈച്ച് ടോപ്പിക്. ഓരോ ടോപ്പിക് അനുസരിച്ച് നിങ്ങളിപ്പോൾ ഇത് ചെയ്തു വരുമ്പോൾ, നിങ്ങൾക്ക് മോക്ക് ചെയ്ത് അനാലിസിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ ടോപ്പിക്കാണ് എനിക്ക് അറിയാത്തത്. ആ ടോപ്പിക്ക് എടുത്ത് തന്നെ എഴുതി വെച്ച് എന്ത് ചെയ്യുക, പഠിക്കുക. ബേസിക് കോൺസെപ്റ്റ് അങ്ങനെ കവർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ടോപ്പിക് വൈസ് വൈൽ ഈച്ച് കോൺസെപ്റ്റ് ആൻഡ് സോൾവ് എക്സാമ്പിൾസ്. നമുക്ക് എന്ത് ചെയ്യും, ആദ്യം ഓവറോൾ മോക്ക് ചെയ്താലും ഓരോ ദിവസം കഴിയും തോറും നിങ്ങൾക്ക് ഇപ്പം എന്ത് ചെയ്യുന്ന, ഇന്ന് ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് വന്നത് നമ്പർ അനലോഗിയിലാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നമ്പർ അനലോഗി ഒരു 3 ദിവസം 3 അല്ലെങ്കിൽ ഒരു 4 മോക്ക് ഞാൻ ഡെയിലി അറ്റൻഡ് ചെയ്യാൻ പോകുന്നു, നമ്പർ അനലോഗി. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ മെത്തേഡ്സ് ബൈ ഹാർട്ട് ആവും. ഇങ്ങനെയാണ് ഇതിന്റെ പ്രോബ്ലം, ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ആ സൊല്യൂഷൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ടോപ്പിക് വൈസ് ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്യുക. ഡൈസ് ആൻഡ് ക്യൂബ്സ്, അല്ലെങ്കിൽ എന്താണ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്, കാലണ്ടർ, വെൻ ഡയഗ്രാം, സിലോജിസം, ഇങ്ങനെ പറഞ്ഞ് ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ നിങ്ങൾ കവർ ചെയ്യാൻ ശ്രമിക്കുക. ഓൺസ് യു ആർ ഡൺ കംപ്ലീറ്റിംഗ് ഓൾ ദ ചാപ്റ്റേഴ്സ്, എല്ലാ ചാപ്റ്ററും കംപ്ലീറ്റ് ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്ത് ചെയ്യുക, യുവർ പ്രിപ്പറേഷൻ മെറ്റീരിയൽ എടുത്തിട്ട് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. അതായത് ഇപ്പോൾ നമ്പർ അനലോഗി കണ്ടപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, സ്ക്വയർ ബേസ് ആയിരിക്കും, ചിലപ്പോൾ ക്യൂബ് ബേസ് ആയിരിക്കും, അല്ലെങ്കിൽ സ്ക്വയർ +1 ആയിരിക്കാം. ഇങ്ങനെയൊക്കെ ഓരോ മെത്തേഡ്സ് കാണും. അതൊക്കെ എടുത്തെടുത്ത് എന്ത് ചെയ്യുക, ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് റഫായിട്ട് ഒന്ന് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. ഇതാണ് ഇതിന്റെ മെത്തേഡ്, ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. അതിന് വേണ്ടിയായിട്ട് അഡീഷണൽ ടൈം നിങ്ങൾ വേസ്റ്റ് ചെയ്യാതിരിക്കുക. എപ്പോഴും എന്ത് ചെയ്യുക, ചെയ്തതൊക്കെ എന്ത് ചെയ്യുക, നോട്ടായിട്ട് തന്നെ നിങ്ങൾ കയ്യിൽ കരുതുക. അതുപോലെ തന്നെ പറയുന്നത് ഹാൻഡി നോട്ട്സ് ഓഫ് ഷോർട്ട് കട്ട്. എന്തെങ്കിലും ഷോർട്ട് കട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഏത് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണോ നിങ്ങൾക്ക് ഷോർട്ട് കട്ട്സ് കിട്ടുന്നത് അത് എഴുതി വെക്കുക.
ഓക്കെ, ചിലപ്പോൾ അതെന്താണ് മിസ്റ്റേക്സ് ആണോ എന്ന് പിന്നെ ആയിരിക്കും അറിയാൻ പറ്റുന്നത്. അതുകൊണ്ട് എഴുതി വെച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ എന്താണ്, ഡെയിലി ബേസിസിൽ ചെയ്യാൻ നോക്കുക. റീസണിങ് ഒക്കെ ആദ്യത്തെ ഒരു 20 ദിവസം കംപ്ലീറ്റ്ലി ഡെയിലി കൊടുത്തതിന് ശേഷം പിന്നെ ഒരു ഗ്യാപ്പ് എടുത്തിട്ട് വീണ്ടും എന്ത് ചെയ്യുക, അടുത്ത് കുറച്ചൊക്കെ റിഫ്രഷൻ ചെയ്യുക. അല്ലെങ്കിൽ ഡെയിലി ഒരു മോക്കെങ്കിലും നിങ്ങൾ മിനിമം ചെയ്യാനായിട്ട് നോക്കുക. ഒരു മോക്ക് നമ്മൾ വിചാരിക്കും റീസണിങ്ങിൽ ഞാൻ അങ്ങ് പക്കയായി. അങ്ങനെ പക്കയാവണം നോക്കണമെങ്കിൽ ഡെയിലി 4 എണ്ണം അറ്റൻഡ് ചെയ്യണം. 4 എണ്ണം അറ്റൻഡ് ചെയ്തിട്ട് ഈ 4 എണ്ണത്തിന് നിങ്ങൾക്ക് എന്ത് കിട്ടുകയാണ്, 25 ക്വസ്റ്റ്യന് ശരിയായി. അതായത് 50-ന് 50 കിട്ടിയാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, ഈ 4 ഡെയിലി 4 എണ്ണം പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു. അത് നിങ്ങൾ എന്നാണോ 4 എണ്ണം ചെയ്തിട്ട് 4 എണ്ണത്തിനും 50-ന് 50 കിട്ടി, അന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, റീസണിങ് കുറച്ച് നാളത്തേക്ക് സ്റ്റോപ്പ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ അത് കിട്ടുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം വർക്കൗട്ട് ചെയ്യാനായിട്ട് നോക്കുക. അതാണ് ചെയ്യേണ്ടത്. നമുക്ക് ഒരു പോയിന്റ് മതി നമ്മുടെ മൈൻഡിൽ നിന്ന് ഇതെല്ലാം ഡൈവേർട്ട് ആവാനായിട്ട്. ആ പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം വരുത്താതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ മോക്ക് ടെസ്റ്റും പ്രാക്ടീസ് പേപ്പറും എല്ലാം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു കോൺഫിഡൻസും സ്പീഡും ആക്യുറസിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. അതെപ്പോഴും ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഏറ്റവും നെസസറി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പം ഡിഫിക്കൽട്ടി ലെവൽ അറിയാൻ പറ്റും. നമ്മൾ മാക്സിമം പറഞ്ഞു കഴിഞ്ഞാൽ 24 CGL ഉണ്ട്, 23 ഉണ്ട്, 22 ഉണ്ട്. ഇത്രയെങ്കിലും ബേസിക്കലി നിങ്ങൾ എന്ത് ചെയ്യുക, റീസണിങ്ങിന്റെ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് ഒക്കെ എവിടെയും അവൈലബിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾ ടെലഗ്രാംസിലൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, അല്ലോ ടൈമിംഗ് ടു ഈച്ച് സെക്ഷൻ, ഓരോ സെക്ഷനും. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്നു 20 മിനിറ്റ് ആണ് നമുക്ക് എന്തിനുള്ളത്, റീസണിങ്ങിനുള്ള. എങ്കിൽ 20 മിനിറ്റ് നിങ്ങൾ റീസണിങ്ങിന് കൊടുക്കണമെന്നല്ല നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ 20 മിനിറ്റും റീസണിങ് കൊടുക്കുക ഒരിക്കലും ആരും പറയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങളിത് കുറച്ച് എത്രയാക്കണം, 15 മിനിറ്റ്സോളം നിങ്ങൾ കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം. അതാണ് നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ ഈ ഒരു 4 സെക്ഷൻ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ 50 ഔട്ട് ഓഫ് 50 മേടിച്ചവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ രണ്ടാമത്തെ ടാർഗറ്റ് എന്തായിരിക്കണം, 20 മിനിറ്റ് കൊണ്ടല്ല 15 മിനിറ്റ് കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണം. അപ്പോൾ നമുക്ക് ഓരോ തവണ ഓരോ ടാസ്കിലേക്ക് നമ്മൾ കടക്കണം. നമ്മുടെ കാൽക്കുലേഷൻ കൂട്ടി വരണം, സ്പീഡ് കൂട്ടണം, ആക്യുറസി കൂട്ടണം. ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, വളരാനായിട്ട് ശ്രമിക്കുക. പിന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ നിങ്ങളുടെ പെർഫോമൻസ് അനലൈസ് ചെയ്യുക, സ്പീഡും ആക്യുറസി നോക്കുക, സ്ട്രോങ് ആൻഡ് വീക്ക് ഏരിയാസ് കവർ ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് ബേസിക്കലി നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സഹായിക്കുന്നത് ആരാണെന്നാണ് ഫസ്റ്റ് നിങ്ങൾ കണ്ടുപിടിക്കുക. അതാണ് നമ്മൾ പറയുന്നത് റൈറ്റ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ ഏതാണ്. ഈവൻ നമുക്ക് എന്താണ് ഈ പറയുന്ന പോലെ ഓഫ്ലൈൻ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ദിശയുടെ തന്നെ SSC CGL കോഴ്സസ് നമ്മൾ എന്താണ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ലൈവ് പ്ലസ് റെക്കോർഡഡ് സെക്ഷൻസ് ഉണ്ട്, ഫൗണ്ടേഷൻ കോഴ്സസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണോ ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു കാര്യമാണ്. ക്ലിയർ ആയിട്ട് കോൺസെപ്റ്റ് പഠിച്ച് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ, അല്ല ഒരു ബുക്ക് വാങ്ങിച്ചു വെച്ച് പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെ. കൃത്യമായ ഗൈഡൻസ് വേണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് വേണം, ഒരു മെന്റർ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ബാക്കിൽ നിന്ന് ഒരു പുഷ് വേണം. അത് തരാൻ പറ്റുന്ന ആർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഓഫ്ലൈൻ അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സസിനാണ്. അതങ്ങനെയാണെങ്കിൽ അങ്ങനെ നിങ്ങൾ നേരിടാൻ നോക്കുക. അല്ലെങ്കിൽ യൂട്യൂബ് നോക്കി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ യൂട്യൂബ് നോക്കി പ്ലേലിസ്റ്റുകൾ ഒരുപാട് അവൈലബിൾ ആയിരിക്കും. അങ്ങനെ പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ പഠിക്കാൻ നോക്കുക. അപ്പോൾ എന്തായാലും SSC CGL കോഴ്സസിൽ ഒരുപാട് കുട്ടികൾ എൻറോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ലൈവ് പ്ലസ് റെക്കോർഡ് സെഷനിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ദിശ ലേണിംഗ് ആപ്പിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു കാര്യം ബേസിക്കലി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ് നിങ്ങളുടെ പോർഷൻസ് എന്ന് അറിയണം. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ വെർബൽ റീസണിങ്ങും നോൺ വെർബൽ റീസണിങ്ങും നമുക്ക് എന്തുണ്ട്, റീസണിങ്ങിൽ പഠിക്കാനായിട്ടുണ്ട്. അപ്പം ഏറ്റവും ബേസിക്കലി വരുന്നത് എന്ത് തന്നെയാണ്, ഈ 3 കാര്യങ്ങളാണ്. നമ്പറിന്റെ കുറെ ക്വസ്റ്റ്യൻസ് കാണും, ആൽഫബറ്റിന്റെ കുറെ ക്വസ്റ്റ്യൻസ് കാണും. ഓക്കെ, നമ്പറിന്റെ ക്വസ്റ്റ്യൻ കാണും, ആൽഫബറ്റിന്റെ ക്വസ്റ്റ്യൻ കാണും, അതുപോലെ തന്നെ എന്തിന്റെ ക്വസ്റ്റ്യൻ കാണും, ഫിഗറിന്റെ ക്വസ്റ്റ്യൻ കാണും. ഓക്കെ, ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. ആകെ ഈ കാര്യങ്ങളെ വരുന്നുള്ളൂ. നമ്പർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്പർ പാറ്റേൺസ്, നമ്പർ അനലോഗി, നമ്പർ ക്ലാസിഫിക്കേഷൻ, നമ്പർ മിസ്സിംഗ് നമ്പേഴ്സ്, സീരീസ്, ഇതൊക്കെ തന്നെയാണ് വരുന്നത്. ആൽഫബറ്റ് ആണെങ്കിൽ ആൽഫബറ്റിന്റെ തന്നെ കോഡിങ്, ഡീകോഡിങ് ഒക്കെ പോലത്തെ കുറേ സംഭവങ്ങൾ വരും. ഓക്കെ, അത് വരും. പിന്നെ എന്താണ്, ഫിഗർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, മിറർ ഇമേജ്, വെൻ ഡയഗ്രംസ്, സില്ലോജിസം, ക്യൂബ്സ് ആൻഡ് ഡൈസ്, ബ്ലഡ് റിലേഷൻസ്, ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ്. ഇതൊക്കെ എന്താണ്, നമുക്ക് വേർഡിങ്സ് ആയിട്ട് വരുന്നതാണെങ്കിലും ഇതൊക്കെ എന്താണ്, ഫിഗർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്താണ്, വെർബൽ റീസണിങ്ങിലാണ് നമ്മൾ ഇതിനെയൊക്കെ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. ഇതൊക്കെ വെർബൽ റീസണിങ്ങിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് അതിൻ്റെ ലോജിക്ക് അറിയണമെന്ന് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ചുകൂടെ കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ മിറർ ആൻഡ് വാട്ടർ ഇമേജ് ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അല്ലാതെ സില്ലോജിസം എന്ന് പറയുന്ന സാധനമുണ്ട്, സില്ലോജിസം. അത് നമുക്ക് കുറച്ച് കോൺസെപ്റ്റ് അറിയണം. സം നോട്ട് എന്താണ്, സം എന്താണ്, ആൻഡിൻ്റെ കണ്ടീഷൻ എന്താണ്, ഇങ്ങനെയുള്ള കുറേ കണ്ടീഷൻ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സില്ലോജിസം പഠിക്കണം. ക്ലോക്ക് ആൻഡ് കലണ്ടർ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. കലണ്ടറിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ അറിയണം. ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ചിലപ്പോൾ ചോദിച്ചാലായി. വെൻ ഡയഗ്രം അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് അറിയേണ്ട കാര്യമാണ് ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ്, ബ്ലഡ് റിലേഷൻ,
പിന്നെ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ, സീറ്റിംഗ് അറേഞ്ച്മെന്റ് കേട്ടോ, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ക്യൂബ്സ് ആൻഡ് ഡൈസ്. ഇത് ഇത്രയും നമുക്ക് ബേസിക്കലി അറിയേണ്ട കുറച്ച് ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, ബാക്കിയെല്ലാം നമുക്ക് വരുന്നത് എന്താണ്? ഈ സെമന്റിക് അനലോഗി എന്നൊക്കെ പറയുന്ന അനലോഗിയാണ്. 5, 10 ആണെങ്കിൽ 10, 15 ഇത്രയാണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 20 എത്രയാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആ ഒരു രീതിക്ക് എന്താണ് റിലേഷൻ എന്ന് കണ്ടുപിടിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് ഫിഗറിലും ഉണ്ട്. അതുപോലെ ഈ വാട്ടർ ഇമേജ്, ഈ പറയുന്ന പോലെ എന്താണ് ഈ പറയുന്ന നമ്മുടെ മിറർ ഇമേജ്, വാട്ടർ ഇമേജ്, അതുപോലെ ക്യൂബ്സ് ആൻഡ് ഡൈസ് ആയിക്കോട്ടെ. പിന്നെ എന്താ പറയുക, പേപ്പർ കട്ടിങ്ങുകൾ വരാറുണ്ട്. പേപ്പർ കട്ടിങ് ചെയ്യുമ്പോൾ എന്തായിരിക്കും അടുത്ത ഷേപ്പ്, ഇതൊക്കെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ തിങ്കിങ് ആണ്. അതൊന്നും നമ്മൾ കാണാതെ പഠിച്ചു വരേണ്ട ഒരു സാധനമല്ല. നമുക്ക് ബേസിക്കലി നമ്മൾ ചിന്തിച്ച് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മുടെ അനലോഗിയാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻസും അങ്ങനത്തെ തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ പറയുന്ന CGL റീസണിങ് സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് മാർക്ക് വരുന്നതെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് എന്തിൽ നിന്നാണ്? നമ്പർ അനലോഗിയിൽ നിന്നും ആൽഫബറ്റ് സീരീസിൽ നിന്നുമാണ്. ആൽഫബറ്റിന്റെ കോഡിംഗ് ഡീകോഡിംഗ് ക്വസ്റ്റ്യൻസും അതുപോലെ നമ്പറിന്റെ കോഡിംഗ് ഡീകോഡിംഗ് ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. കാരണം നമ്മുടെ ലോജിക്കാണ് അവിടെ പ്രവർത്തിക്കേണ്ടത്. അത് മാത്രമല്ല, നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇതുപോലെ പറയുന്ന പോലെ നമ്പേഴ്സുമായിട്ട് നല്ല പരിചയം ഉണ്ടായിരിക്കണം, ആൽഫബറ്റുമായിട്ട് നമ്മുടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പം അതിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, അനലോഗിയിൽ നിന്ന് കണ്ടോ 4 to 5. അനലോഗി എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരാം? ഫിഗറിൻ്റെത് വരാം, അതുപോലെ നമ്പറിൻ്റെത് വരാം, അതുപോലെ ആൽഫബറ്റ് അനലോഗിയും വരാം. ഒന്നാണെങ്കിൽ മറ്റത് എന്ന് പറഞ്ഞ കണക്ഷൻ, ആ കണക്ഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അനലോഗി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്ലഡ് റിലേഷൻ കണ്ടല്ലോ, ഒരു ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 1 or 2 ക്വസ്റ്റ്യൻ വരാനുള്ള ഇതേ വരത്തുള്ളൂ. ചിലപ്പോൾ വരാതെ ഇരിക്കാം CGL ആയതുകൊണ്ട് കേട്ടോ. ബ്ലഡ് റിലേഷൻ ഉണ്ട്, ഒരു ക്വസ്റ്റ്യൻ മാക്സിമം വരാം. ഇങ്ങനെ A@B, A#B ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. ഏറ്റവും കൂടുതൽ വരുന്നത് ബ്ലഡ് റിലേഷൻ ഇപ്പോൾ CGL ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. അത് നോക്കിക്കോളാം. സിമ്പിൾസ് ആൻഡ് നൊട്ടേഷൻ, എന്തെങ്കിലും സിമ്പിൾസ് മാറ്റിയിട്ട് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസിൽ നിന്ന് ചിലപ്പോൾ 1 to 2 ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഈ 2024 CGL ഡയറക്ഷൻ ഡിസ്റ്റൻസ് ചോദിച്ചിട്ടില്ല. എന്തായാലും അത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യണം നിങ്ങൾ. അതുപോലെ ക്ലോക്ക് ആൻഡ് കലണ്ടർ ഇത്തവണ CGL ചോദിച്ചിട്ടില്ല, പക്ഷേ ഇനി ചോദിക്കുമെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കലണ്ടറിന്റെ ബേസിക് ഐഡിയ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കണം. ഇതെല്ലാം ലാസ്റ്റ് പഠിച്ചാൽ മതി. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിക്കുക. അത് പഠിക്കാമെന്നെങ്കിൽ മനസ്സിലാവും ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളതെന്ന്. ഓക്കെ, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് കണ്ടോ, 2 to 3 ക്വസ്റ്റ്യൻസ്. ഇതും എന്താണ്? ആൽഫബറ്റ്, നമ്പർ, അതുപോലെ തന്നെ എന്താണ് ഫിഗർ സീരീസിൽ നിന്നാണ് ഏത് വരുന്നത്? കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. പിന്നെ സില്ലോജിസം മസ്റ്റ് ആയിട്ട് പഠിക്കണം, അത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് തന്നെയാണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ സില്ലോജിസം ആയിട്ട് തന്നെയാണ് വരാറുള്ളത്, അത് പഠിക്കുക. സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്താണ്? ഒരു ക്വസ്റ്റ്യൻ മിനിമം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്തൊക്കെയുണ്ട്? സർക്കുലർ അറേഞ്ച്മെന്റും അതുപോലെ തന്നെ എന്താണ് പാരലൽ അറേഞ്ച്മെന്റും ആയിരിക്കും ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത്. അപ്പോൾ അതിൽ എന്ത് ചെയ്യുക, 2 കോൺസെപ്റ്റും ക്ലിയർ ചെയ്യുക. ക്യൂബ്സ് ആൻഡ് ഡൈസ് ആയാലും 1 to 2 ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻ മിനിമം വരാറുണ്ട് കേട്ടോ. ഓപ്പൺ ഫോൾഡഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ കോൺസെപ്റ്റ് അറിയണം. എങ്ങനെയാണ് ഫോൾഡഡിൽ ഇങ്ങനെ വന്നാൽ എങ്ങനെയാണ്, ഏതൊക്കെ തമ്മിലാണ് അലൈൻമെന്റ്, ഇതുമാണ് എന്നുള്ള രീതിയിൽ ആ ഒരു പാറ്റേൺ കൃത്യമായി പഠിച്ചു വയ്ക്കുക. ഏതൊക്കെ തമ്മിലാണ് കണക്ഷൻ എന്നുള്ളൊരു കാര്യം പഠിച്ചു വയ്ക്കുക ക്യൂബ്സ് ആൻഡ് ഡൈസിൽ. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്ന കാര്യമാണ്. അതിൽ കുറച്ച് കോൺസെപ്റ്റ് ഉണ്ട്, അത് പഠിച്ചു കഴിഞ്ഞാൽ ഈസിയാണ്. വെൻ ഡയഗ്രമും അതുപോലെ തന്നെയാണ്. 3 സംഭവങ്ങൾ ഒരുമിച്ച് ചേർത്ത് തരും. എന്നിട്ട് ആരാണ് കൂട്ടത്തിൽ പെടാത്തെന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്ന വെൻ ഡയഗ്രംസ് കാണും. ഓക്കെ, അങ്ങനെ ബാറ്റ്, ബോള്, ഇതിലാരാണ് കൂടെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളതാണ് വെൻ ഡയഗ്രാം. അത് ചോദിക്കാറുണ്ട്. മിഷലേനിയസ് എന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ടുള്ള ഈ പറയുന്ന പോലെ മിസ്സിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും വേർഡ്സോ ആൽഫബറ്റിന്റെ കാര്യങ്ങളോ എന്തെങ്കിലും കണക്ഷൻസോ ഇതൊക്കെ എന്താണ് മിഷലേനിയസിൽ വരും. ഇതെല്ലാം ഫിഗർ അല്ലെങ്കിൽ അനലോഗി ആ ഒരു രീതി വരുന്നതിനാണ്. ആൽഫബറ്റിക്കൽ അറേഞ്ച്മെന്റ്സ് 1 to 2 ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മിറർ ആൻഡ് വാട്ടർ ഇമേജിൽ നിന്ന് 1 or 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പേപ്പർ കട്ടിങ് ആൻഡ് ഫോൾഡിങ് എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ ഫിഗർ കംപ്ലീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ വരും. ഫിഗർ കംപ്ലീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, കുറേ സാധനങ്ങൾ വരും. അടുത്ത ഫിഗർ എങ്ങനെയായിരിക്കും വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഇട്ട് വരും. അങ്ങനെയൊക്കെ കുറേ സംഭവമുണ്ട്, അത് നോക്കിക്കോളാം. അത് കഴിഞ്ഞ് കേട്ടോ കംപ്ലീഷൻ്റെ കാര്യമുണ്ട്, എംബഡഡ് ഉണ്ട്, ഡീവിയേറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെയൊക്കെ എംബഡഡ് ഫിഗേഴ്സ് ഒക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ടത് കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും കൂടുതൽ ട്രയാങ്കിളിൻ്റെ കൗണ്ടിങ് ആണ് എപ്പോഴും ചോദിക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഫോർമുലയും നിങ്ങൾ എന്ത് ചെയ്യുക, കാണാതെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ സീരീസ്, മിസ്സിംഗ് നമ്പർ, പിന്നെ അരിത്തമെറ്റിക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇന്റർചേഞ്ചിങ് നമ്പേഴ്സ്, പ്ലസ് മൈനസ് ഇൻറ്റു ഡിവിഷൻ, ഇതിനെ തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്പർ 56നെയും 76നെയും തിരിച്ചിട്ട് ചെയ്യുക. ഇങ്ങനെയൊക്കെ ഉള്ള ഇന്റർചേഞ്ചിങ് നമ്പേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇത്രയും ബേസിക് ആയിട്ട് വരത്തുള്ളൂ, അത് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ്, സ്പീഡ് ആൻഡ് ടൈമാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക്സ് അനുസരിച്ച് തന്നെ എന്ത് ചെയ്യാം, കവർ ചെയ്ത് പോവാം. അതിന് ഏറ്റവും ബെസ്റ്റ് വേ ആണ് നമ്മൾ പറഞ്ഞത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ച് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഇവനെ ബിഗിനറിന് തന്നെ എന്ത് ചെയ്യാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. കാരണം നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസ് കാണും, ചെയ്യാൻ പറ്റാത്ത കുറേ ക്വസ്റ്റ്യൻസ് കാണും. ആ ചെയ്യാൻ പറ്റാത്തത് നിങ്ങളെ വീക്ക് പോയിന്റ് ആയിട്ട് കണ്ട് നിങ്ങൾ അതെന്ത് ചെയ്യുക, കവർ ചെയ്യാനായിട്ട് നോക്കുക. അത് തന്നെയാണ് ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്ത് നിങ്ങൾ പഠിച്ച് പോവുകയാണ്, നിങ്ങളുടെ മിസ്റ്റേക്സ് കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 50 ഔട്ട് ഓഫ് 50 എന്ന് പറഞ്ഞ ഒരു സ്കോർ ലെവലിലേക്ക് നിങ്ങൾക്ക് ഉയരാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് ആണ് ഇനി നിങ്ങൾ നന്നായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഉദ്ദേശിച്ചത്. ഇതാണ് ഏറ്റവും കൂടുതലും ടോപ്പേഴ്സ് ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഏറ്റവും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. CGL-ന്റെ ടൈമാണ് വരാൻ പോകുന്നത്. ഏറ്റവും ബെസ്റ്റ് ജോലിയാണ്. ആ ജോലിയിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല മാർക്ക് വാങ്ങുക എന്നുള്ളൊരു ലക്ഷ്യമായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാ പേർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്